അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് കേട്ടോ, അതായത് ശനിയാഴ്ചയാണ്. അപ്പോൾ വീഡിയോ എപ്പോൾ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കിട്ട ഓരോ പരിപാടികളാണ്, കാരണം അറിയാലോ 3 കുഞ്ഞു പിള്ളേരും എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും രസമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒന്നിനും നമുക്ക് സമയമില്ല കേട്ടോ, നല്ല തിരക്കാണ്. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഈ ഈസ്റ്റർ തന്നെ സ്പെഷ്യലാണ് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞ് നമ്മൾ 3 പേരായിട്ടുള്ള ആദ്യത്തെ ഈസ്റ്ററാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുഞ്ഞേ നമ്മൾ ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണിന്ന്. അപ്പോൾ തലേദിവസം നമ്മൾ ഭക്ഷണമൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം കേട്ടോ. വൈകിട്ട് സ്പെഷ്യൽ ഉണ്ട്, എന്നാന്നറിയാം വൈകുന്നേരത്തെ സ്പെഷ്യല് എന്നാ കപ്പയും പോത്തും. അയ്യോ ചക്ക ചക്ക ചക്ക. അപ്പോൾ അതെ ഇതുവരെ കിട്ടിയിട്ടില്ല. ചക്ക പോയി ഇട്ടിട്ട് കൊണ്ടുവന്ന് വെട്ടി വേവിക്കുക. എന്നെ കുഞ്ഞോട്ട് എന്നാ അയ്യോ നിർത്തി, നീ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. ചക്ക പറിച്ചോണ്ട് വന്നിട്ട് വേണം വീട്ടിൽ വേവിച്ചിട്ട് വേണം പോത്തും പൊടി കഴിക്കാൻ. അല്ല കേട്ടോ, ചക്ക വേവിക്കണം, അത് സ്പെഷ്യലാണ്. മറ്റേ കുറേ നാളായിട്ട് പറഞ്ഞ ചക്ക ഈടെ വീട്ടിലൊന്നും കഴിച്ചല്ലേ, പക്ഷെ അത് കുറേ ദിവസം ഫ്രിഡ്ജ് വെച്ചുകൊണ്ടുള്ളത് സുഖമായില്ല. അപ്പം ചേട്ടായി കുട്ടൂസിന് കഴിക്കാൻ കൊണ്ട് കൊടുക്കാൻ പോയത് നോക്കിയിരിക്കുന്ന ആവക്കുട്ടൻ. ചേട്ടായിനെ നല്ല രൂപത്തിൽ വിളിച്ച ഞാൻ കാണിച്ചു തരാം, ഭയം കൊണ്ട് യഥാർത്ഥ രൂപത്തില്. കാരണം എന്നെ അന്നേ വീട്ടില് രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് ആ ഫോണ് പിടിച്ചോണ്ട് വന്നിട്ട് നിന്റെ ശരിക്കുള്ള രൂപം കണ്ടു അവിടെ വെച്ച് മേജിക് ചെയ്യുവാണ്. ഞാൻ ഇടാ, സ്ലോ മോഷൻ ഇടാവേ. ഓ ഹായ് ഹായ് ഹായ്. പല്ലില്ലാത്ത അമ്മയുടെ ചിരി എന്റെ ചിരിതയുണ്ടോ? തീർന്നു. അഭിപ്രായം പറഞ്ഞോ? അഭിപ്രായം എന്ത് പറഞ്ഞാലും പോകും, ചള്ളാന്ന് പറഞ്ഞാലും പോകും. അല്ല ഞാൻ ചോദിക്കട്ടെ, കൊള്ളുകയെന്ന് പറഞ്ഞാലും നശിച്ചു പോവോ? അത് കൊള്ളുകയെന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നു. പോവോ? ഞങ്ങള് കൊള്ളുക. എന്റെ പൊന്ന്, ഇത്രയും മുഴുത്ത മാത്രത്തിൽ ആരെയും ചീട്ട കുഴിച്ചു നോക്കുവോ? നിങ്ങള് പറ. ഇത് ഇതിനു വേണ്ടിയല്ലേ, ജസ്റ്റ് ഒന്ന് വേര് പിടിക്കാൻ വേണ്ടി. നേരെ ആ ചട്ടി ചട്ടി നിന്നപ്പോ ചട്ടിന്ന് പറിക്കുമ്പോ നമുക്ക് ഓരോന്ന് ഊരി എടുക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള മണി വെച്ചാലേ വെയിലും മഴയും. ഇത് മാലിമഴ കാണാതെ മറ്റേ ഇതാണോ? മാറിയുള്ളൂ കുഞ്ഞിത്. മൂന്നാലെണ്ണുണ്ടായിരുന്നു, അത് പ്രകാശിന് കൊടുത്തു. തയ്യോ ആണോ? നല്ല തയ്യ ഉണ്ടായിരുന്നു. ഇത് എത്ര ഉണ്ട്? 10 രൂപ ഉണ്ടോ? 4 മണി 200 രൂപ വരെ ഉണ്ട്. ആണോ? പതിനെട്ടായോ അവര് എടുക്കുന്നുണ്ട്. പച്ചക്കറി വണ്ടിയെ പോകുമ്പോഴേ ഒരു 5-6 കിലോ കിട്ടിയാലേ, 5-6 കിലോ ഉണ്ടായിരുന്നല്ലേ? വെയിറ്റ് ഉള്ളതല്ലേ? വെയിറ്റ് ഉള്ളതല്ലേ ഇതിന്? 10 കിലോ ഉണ്ടെങ്കിലേ 10 കിലോ മുളക് കിട്ടിയല്ലോ. 10 കിലോ മുളക് കിട്ടി 2000 രൂപയല്ലേ? 10 കിലോ മതി. പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ അതില് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും കാണിക്കുന്നില്ല, വളവില്ല, വെള്ളമില്ല. നമുക്ക് ഇതെല്ലാം പറിച്ചു വെക്കാം. മറ്റേ ഗ്രോ ബാഗ് മേടിച്ചു കേട്ടാ അല്ലേ? അല്ലേ ഗ്രോ ബാഗ്
ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നട്ടാമില്ലല്ലോ. ആ അതെ ആ ഞങ്ങളുടെ അവിടെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഫാഷൻ ഫ്രൂട്ടോ? ഇത് ആ പുള്ളിയുടെ പുതിയ വിലയൊക്കെ കയറ്റി വിടും. ഫാഷൻ ഫ്രൂട്ടോ? ആ മറ്റേ ആ ഇതേ കിടക്കല്ലേ കോണിയൊക്കെ. ആ അതാ പറഞ്ഞത്. ഒരു വെറൈറ്റി നല്ല ലുക്കാന്ന് പറഞ്ഞത്. ഇവിടെ ഉണ്ടെങ്കിൽ മതിയല്ലോ. ചീനിയൊക്കെ കൊണ്ടുവെക്കാം നിങ്ങക്ക്. ചെടിച്ചട്ടി വെച്ചാൽ മതി. മമ്മിയുടെ കപ്പ മമ്മിയുടെ കപ്പത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കപ്പ പറിക്കാൻ ഇപ്പോഴേ ഒരാൾ പറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. തോട്ടം കിട്ടുമെന്ന് നോക്കുന്നത്. നല്ല വെയിലായിരുന്നു. കപ്പ പറിക്കാൻ പോവാ അല്ലേ? ഇവിടെ ഇരുന്ന് കപ്പ പറിക്കാൻ പോവാ. അടുത്ത വർഷം ഇത് എത്ര നാളെടുക്കും പറിക്കണമെങ്കിൽ? അടുത്ത ഡിസംബർ ആണോ? ആ അപ്പോഴത്തന്നെ നമ്മൾ പറിക്കാറാവും. കപ്പ ആവക്കുട്ടി പറിക്കും. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇത് കാണത്തില്ല, ഇത് ഇലയും ഇത് വന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് മാലിമുളക്. ഇതാണ് മാലിച്ചീനി. വാഴത്തോട്ടം. ആ മമ്മിയുടെ വാഴത്തോട്ടം. മമ്മിയുടെ അല്ല എല്ലാവരുടെയും ഉണ്ട്. ആ തെങ്ങ് ചീനിപ്പഴം. തിരിച്ചു വെക്കണം. ആ ചീനിപ്പഴം മനസ്സിലായിരുന്നോ? കാച്ചില്ല. ആടിന് ഇഷ്ടമുള്ള പള്ള. കാച്ചിലല്ല, ഇറച്ചിക്കാച്ചിലാണ്. അതിലോട്ട് പോകണം. ഇറച്ചി കാച്ചിൽ. പിന്നെ എന്നാ കാച്ചില? സാധാ നാടൻ നാടൻ കാച്ചിൽ. ഇതിവിടെ ഇത് ഒരു മാവ്. നമ്മൾ മാങ്ങ. നമ്മൾ മാവ് ആദ്യമായിട്ടല്ലേ? രണ്ടാമത് ആദ്യം കഴിക്കുന്നത്. ആ ഇത് ആദ്യം കഴിക്കും അല്ലേ? മറ്റേതാണ്. എത്ര മാങ്ങ ഉണ്ടെന്ന് പറയാം? 4, 2, 6, 8. ഓ 8 മാങ്ങ ഉണ്ട്. നമ്മുടെ ചക്കയ്ക്കുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക വെട്ടിയെടുത്തോണ്ട് രാത്രിയായി. ഞങ്ങൾ ഇനി ഇത് വെട്ടി വേവിച്ച് മാത്രമല്ല മമ്മിയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി 3 മണിക്കാണ് പള്ളിയിൽ കുർബാന. അപ്പം അതിന് പോകണം. അതിന് മുമ്പ് ചക്ക വെട്ടി വേവിച്ച് തിന്നായിരിക്കും അല്ലേ? അല്ലേ ഉമ്മി? പിന്നെ എത്ര മമ്മിമാരുണ്ട് വീട്ടിൽ അല്ലേ മമ്മി? അപ്പൊ നമ്മുടെ ഇവിടെ എത്രയല്ലേ ഉള്ളൂ? ആവക്കുട്ടി കറി. ആവക്കുട്ടി ബോധം കിട്ടുന്നുണ്ട് കറി. എന്നെ പറ്റി മോനെ? എന്നാ കൊച്ചിന്റെ കളിപ്പാട്ടം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു അടിപൊളി ഈസ്റ്റർ ആശംസിക്കുന്നു അല്ലേ? ഹാപ്പി ഈസ്റ്റർ എന്ന് പറ. ഈസ്റ്റർ. അപ്പൊ എല്ലാവർക്കും അല്ലേ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഈസ്റ്റർ. ടാറ്റ ബൈ പറഞ്ഞു. ബൈ ബൈ. സീ യു. ഉമ്മ. ഓക്കെ. ഇച്ചിരി കുരുത്തക്കേട് വരുന്നോണ്ടിരിക്കുക. അതാണ് അവിടെ വണ്ടി ഓട്ടോ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ബൈ ബൈ.